കേരള നവോത്ഥാന നായരെക്കുറിച്ചുള്ള 7ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞാൻ തൈക്കാട്ട് അയ്യാവിനെ കുറിച്ചാണ് പറയുന്നത്. തൈക്കാട്ട് അയ്യാവിൻ്റെ ജീവിതകാലം 1813 മുതൽ 1909 വരെയായിരുന്നു. അദ്ദേഹം ഹഠയോഗിയായിരുന്നു. നവോത്ഥാന ശില്പികളായ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നിവരിൽ സ്വാധീനം ചെലുത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. എല്ലാ ജാതിയിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തി നടത്തിയ പന്തിഭോജനം സവർണരെ പ്രകോപിപ്പിച്ചു. മലബാറിലെ പാമ്പുംകാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം 1813 ജനിച്ചത്. സുബ്ബരായർ, സുബ്രഹ്മണ്യം എന്നീ വിളിപ്പേരുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 12ാം വയസ്സിൽ മന്ത്രോപദേശം സ്വീകരിച്ചതായി പറയപ്പെടുന്നു. ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവനന്തപുരം തൈക്കാട് റെസിഡൻസിയിൽ സൂപ്രണ്ടായി ഉദ്യോഗമനുഷ്ഠിച്ചു. ഹായോഗ വിദ്യയിൽ സമർത്ഥനായിരുന്ന അയ്യാഗുരുവിന് രസവാദത്തിലും താല്പര്യമുണ്ടായിരുന്നു. ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിൽ ഭേദം കൽപ്പിക്കുന്നതിനെ അയ്യാസ്വാമികൾ നിരന്തരം അപലപിച്ചിരുന്നു. ഇന്ത ഉലകത്തിലെ ഒരേ മതം താൻ, ഒരേ ജാതി താൻ, ഒരേ കടവുൾ താൻ എന്ന അയ്യാഗുരുവിൻ്റെ പ്രഖ്യാപനം പ്രസിദ്ധമാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ അയ്യാസ്വാമിയുടെ പ്രവർത്തനങ്ങളെ ആദരിച്ചിരുന്നു. തിരുവനന്തപുരത്തെ ജ്ഞാനപ്രചാകരം സഭയിലൂടെ നവോത്ഥാന മൂല്യങ്ങൾ അയ്യാഗുരു പ്രചരിപ്പിച്ചിരുന്നു. സ്ത്രീകൾക്ക് തപസ് അനുവദനീയമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് സ്വയം യോഗിനിയമ്മ, കൊല്ലത്തമ്മ തുടങ്ങിയ സന്യാസിമാരെ ശിഷ്യകളായി സ്വീകരിച്ചുകൊണ്ടാണ്. 1909 തൈക്കാട്ട് അയ്യാഗുരു സമാധിയായി. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ബ്രഹ്മോത്തരകാന്ഡം, പഴനി വൈഭവം, രാമായണം പാട്ട്, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ, പാമലൈ തുടങ്ങിയവയായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. Please don't forget to subscribe to MalluTube for latest updates. So please subscribe and thank you for watching MalluTube.